പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നേരം എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവമുണ്ട്. അത് മുമ്പേ ഞാൻ തീരുമാനിച്ചതോ എനിക്ക് അച്ഛനാവണമെന്ന് അങ്ങനെ തോന്നിയിരുന്നോ ഒന്നല്ല. പക്ഷെ അനാദി മുതലേ ദൈവത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നെന്നും അതിനായിട്ട് അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ ഈശോ അറിഞ്ഞിരുന്നു എന്നെ എന്നും അതിനുശേഷം കർത്താവ് എന്നെ വിശദീകരിച്ച് ഒരു ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് എന്നെ തെരഞ്ഞെടുത്തതാണെന്നും അന്നേരമാണ് എനിക്ക് ധ്യാനിച്ചപ്പോൾ ഈശോ വെളിപ്പെടുത്തിയിരുന്നത്. പലപ്പോഴും ദൈവിക വചനത്തിന്റെ രഹസ്യം പലപ്പോഴും അറിയത്തില്ല. പിന്നീട് പ്രാർത്ഥിച്ച് ധ്യാനിച്ചിരിക്കുമ്പോഴാണ് പലപ്പോഴും അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴാണ് ഈശോ അന്ന് ആ വചനം തന്നതിന്റെ ഇതാണെന്ന്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി എങ്ങനെയാണ് ഞാൻ ഈ സെമിനാരിലെത്തിയെന്നും കൂടി പറയാം. ചെറുപ്പ കാലഘട്ടത്തില് എൻ്റെ അമ്മച്ചി ഒത്തിരി ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഒത്തിരി കാണുമായിരുന്നു. ഒത്തിരി മലകളും കുന്നുകളും താഴ്വരകളൊക്കെ നിറഞ്ഞ വഴികളിൽ കൂടെ കാൽനടയായിട്ട് യാത്ര ചെയ്താണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ അമ്മച്ചിയുടെ കൈ പിടിച്ച് ആദ്യമായി ഞാൻ പള്ളിയിൽ പോയത്. എൻ്റെ അമ്മച്ചി എന്നെ മുട്ടുകുത്താൻ പറഞ്ഞിരുത്തി അമ്മച്ചിയുടെ അടുത്ത് ഇരുത്തി, മോനെ ഈശോ ദിവ്യകാലത്ത് ഇരിപ്പുണ്ട്, ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോ നിന്നെ വളർത്തും, ഈശോ നിന്നെ അമ്മയെ പോലെ നിന്നെ വാത്സല്യത്തോടെ വളർത്തും. അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ ഒത്തിരി എൻ്റെ കൈകളിലേക്ക് ചില കുട്ടികൾക്കൊക്കെ ആദ്യഘട്ടത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ് ആദ്യമായിട്ട് കുട്ടികൾക്ക് അമ്മമാരും അപ്പന്മാരും വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്നാൽ എൻ്റെ അമ്മച്ചി എൻ്റെ കയ്യിലേക്ക് ആദ്യമായി തന്നത് പരിശുദ്ധ ജപമാലയാണ്. ആദ്യമായി എന്നെ കൊണ്ടുവരാൻ ഞാനൊന്ന് വായിക്കാമെന്നൊക്കെ അറിയത്തില്ല, ചെറിയ പ്രായത്തിൽ എനിക്ക് ഓർക്കുന്നു. അമ്മച്ചി ചൊല്ലി പഠിപ്പിച്ച ജപമാലകളൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം എൻ്റെ പിന്നീടുള്ള വളർച്ചയിലെല്ലാം വിശുദ്ധ കുർബാനയോടെ എന്നെ ഒത്തിരി അടുപ്പിച്ചത് എൻ്റെ അമ്മച്ചിയുടെ. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ദൈവവിളി, ഞാനൊരു വൈദികനായി തീരണം എന്നൊരു ദൈവവിളി, അതാദ്യമായിട്ട് മുട്ടത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ രഹസ്യമാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെ ഒത്തിരി വിശുദ്ധ കുർബാനയിലേക്ക് ഒത്തിരി അടുക്കാനായിട്ട് എനിക്ക് ഒത്തിരി സഹായിച്ചു. അങ്ങനെ എൻ്റെ കാലഘട്ടങ്ങൾ ഒത്തിരി കടന്നുപോയി. വീണ്ടും ഞാൻ സെമിനാരിയിലേക്ക് ആദ്യമായി ജോയിൻ ചെയ്തു. അപ്പോൾ ഒത്തിരി എനിക്ക് സന്തോഷമായിരുന്നു. കാരണം എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണാം എന്നുള്ളൊരു വലിയ സന്തോഷമായിരുന്നു. ഏതായാലും ഞാൻ ദൈവവിളിക്കായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു പുരോഹിതയായിട്ട് സെമിനാരിയിൽ പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈശോയെ എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണാം. അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. അങ്ങനെ വിശുദ്ധ കുർബാനയിലേക്ക് ഒത്തിരി അടുപ്പിച്ചു. ഒരു പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ ഒത്തിരി സ്നേഹത്താല് ഭയങ്കരമായിട്ട് കണ്ണീര് ധാരധാരയായിട്ട് എൻ്റെ കണ്ണുകൾ ഒഴുകുമായിരുന്നു. നമ്മൾ ഇവിടുത്തെ പള്ളിയിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച ദിവസം, ഒരു ക്രിസ്മസ് ദിവസം ഞാൻ ഓർക്കുന്നു, ക്രിസ്മസ് ദിവസം ഞാൻ ഇന്ന് ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയെ ഭയങ്കരമായിട്ട് ആ സന്തോഷം പ്രകടിപ്പിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണുകൾ മുഴുവൻ നിറഞ്ഞു. എനിക്ക് എന്താണ് പറ്റിയെന്ന് അറിയത്തില്ല. നമുക്ക് വിഷമമൊക്കെ വരുമ്പോൾ ശങ്കിന് എന്താ പറയുക, ഒരു വലിയൊരു ഭാരം എടുത്തു വെച്ച പോലെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് ഇല്ലേ? അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാകാറുണ്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞ മാതിരി. അതിനുശേഷം ഒരു തണുത്ത ഐസും കെട്ട ശങ്കിനകത്ത് കണ്ട് വെക്കുവാണ്. എന്തായിരിക്കും ഒരു അനുഭവം പറയാൻ പറ്റും? ആ ഒരു അനുഭവമായിരുന്നു വിശുദ്ധ കുർബാന ചികിത്സ കഴിഞ്ഞത്. കണ്ണൊക്കെ നിറഞ്ഞ് എന്നാ പറയുന്നത് ഒരു വിടത്തൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ ഒരു വലിയൊരു ശക്തി വിശ്വാസം വെളിപ്പെടുന്നു. ഞാൻ എൻ്റെ മനസ്സിലായ ഘട്ടത്തിൽ ഓർക്കുന്ന വിശുദ്ധ കുർബാന ഞാനൊന്നും ഒത്തിരി ഭയങ്കര എപ്പോഴെപ്പോഴും എനിക്ക് ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നമാണ്. ഒന്നെങ്കിലും ഒരു പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം. 24 മണിക്കൂർ വന്നെങ്കിൽ ഏതെങ്കിലും രോഗത്തില് 2 ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരാഴ്ച കിടക്കും. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഒന്നും ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ വൊക്കേഷൻ നോക്കി പറഞ്ഞ്, മോനെ സുഖനെ നമുക്ക് വേറെ ഏതെങ്കിലും ദൈവത്തെ ആലോചിക്കുന്നതായിരിക്കും കുറച്ച് കൊടുക്കുന്നത്. എപ്പോഴെപ്പോഴും നൽകിയ രോഗമായിട്ട് കഴിഞ്ഞാൽ മുന്നോട്ടേ പോകാം, വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഇപ്പം തയ്ക്ക് നിന്നിരിക്കുന്നത് എല്ലാം പറഞ്ഞു വിട്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു കരമുണ്ടല്ലോ, വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് കറക്റ്റായിട്ട് നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ട് തന്നെ പോകുള്ളൂ. അതുകൊണ്ട് ജെറമിയ
29:11. സൈനിക കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ളൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല. അപ്പൊ എന്താണ് ഈ പദ്ധതി? പിന്നെ എന്റെ സംശയതായി, എന്തിനായിരിക്കും കർത്താവിനുള്ള പദ്ധതി ഉണ്ട്? ഞാൻ ഒത്തിരി ധ്യാനത്തിന് പോയി, പിന്നെ എനിക്ക് സംശയം, എനിക്ക് വീഡിയോ ഉണ്ടോ? എല്ലായിടത്തും ഞാൻ ചെല്ലുന്നത് എനിക്ക് അതിനുള്ള വീഡിയോ ഉണ്ടോ? പഠിക്കാനൊന്നാതെ ഞാൻ മോശമായിരുന്നു. എൻ്റെ 10ാം ക്ലാസ് കാലഘട്ടത്തിലൊക്കെ ഓർക്കുന്ന ഭയങ്കര ഒരു അനുഭവമായിരുന്നു. എൻ്റെ 10ാം ക്ലാസ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പഠനത്തിൽ ഒത്തിരി വീക്കായിരുന്നു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പോലെ, ഇപ്പം പഠിക്കുന്ന പോലെ ഒന്നും ഇപ്പോൾ വലിയ കഴിവൊന്നുമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര മോശമായിരുന്നു. എത്ര പഠിച്ചാലും എൻ്റെ തന്നെ കയറാത്തൊരു അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. ആ സമയത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് തമ്പുരാനെ. അപ്പൊ എല്ലാവരും എന്നോട് പറയും, എടാ ജോൺ മരിയ വിയാനി എങ്ങനെയായിരുന്നു? എനിക്ക് മണ്ഡലമായിരുന്നു. ഒത്തിരി പേരോട് പറഞ്ഞു, ആ പുണ്യവാന ഒരു വിശുദ്ധനാകാൻ പറ്റിയെങ്കിൽ നിനക്ക് വേണം. പിന്നത്തെ എന്റെ പ്രാർത്ഥന പോലെ ജോൺ മരിയ വിയാനിയെ പോലെ കർത്താവേ, അത്ര വലിയ ഇച്ചിരിയൊക്കെ ഉണ്ടല്ലോ, പഠിക്കാൻ പറ്റില്ല, ഇതിനൊന്നും കാര്യമായിട്ടൊന്ന് സഹായിച്ചേക്കണം. അങ്ങനെ എന്നെ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ഫൈനൽ എക്സാമിന് മുമ്പുള്ള നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ട്. അന്നൊക്കെ നൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയാൻ വേണ്ട. ആ സമയത്ത് നൈറ്റ് ക്ലാസ്സൊക്കെ പോയി എൻ്റെ മാസമൊക്കെ പറഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞു. 8 തന്നെ ഞാൻ പൂട്ടി. അന്നേരം എൻ്റെ HM, എൻ്റെ ആൻറ്റിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. HM ആൻറ്റിയോട് പറഞ്ഞു, ഇവന് ഇനി നമ്മുടെ സ്കൂളിൽ ഇരുത്താൻ പറ്റത്തില്ല. 100% കിട്ടുന്ന സ്കൂളിന് 99% ഉണ്ടാവും. അത് നോക്കണം, ഞാൻ ഒരാളെ ക്രിസ്ത്യാനിയായിട്ട് എൻ്റെ ക്ലാസ്സിലുള്ളൂ, എൻ്റെ സ്കൂളിൽ വേറെ ആരുമില്ല. ബാക്കിയുള്ളവരൊക്കെ മറ്റു മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങളാണുള്ളത്. ആ സമയത്ത് എൻ്റെ ആൻറ്റി പ്രാർത്ഥിച്ചു, കർത്താവ് നിന്നെ അറിയുന്ന ഒരു മകനാണ് എനിക്ക്. കർത്താവെ, നീ സൃഷ്ടിച്ച ഈ മകന് ഒത്തിരി കുറവുകളുണ്ട്. ഈ അന്യമതസ്ഥരായ മക്കളുടെ മുമ്പിൽ അവരെ നീ അപമാനിതനാക്കരുതേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഒത്തിരി പ്രാർത്ഥിച്ച ശേഷം, ഒത്തിരി പ്രാർത്ഥിക്കും, വചനം വായിച്ച് പ്രാർത്ഥിക്കും, വ്യക്തമായിട്ട് പ്രാർത്ഥിച്ച ശേഷമാണ് ഞാൻ എൻ്റെ പാഠപുസ്തകങ്ങൾ കൈക്കെടുക്കുന്നത്. അന്നേരം എന്തെന്ന് അറിയത്തില്ല, ആരോ എന്തൊക്കെയോ പറഞ്ഞു തരുന്ന പോലെ ഒരു വലിയ അനുഭവം കിട്ടുന്നത്. എനിക്ക് അന്നൊന്നും അതിനെപ്പറ്റി ഒന്നും മനസ്സിലായിട്ടില്ല, എന്താണ്, ആരാണ് എന്നെ പഠിപ്പിച്ചു തരുന്നത്. പിന്നെ എക്സാം ഹാളിൽ ചെന്നു. എക്സാം ഹാളിൽ ചെന്നിട്ട് ഞാൻ ആ വ്യക്തി എന്താണോ ആരോടും സംസാരിക്കും, ആ സംസാരിച്ചത് മാത്രം ഞാൻ എഴുതി വെച്ചത്. എക്സാമിന്റെ റിസൾട്ടൊക്കെ വന്നു. റിസൾട്ട് വന്നപ്പോൾ ആദ്യം ടീച്ചർമാർ നോക്കിയത് എൻ്റെ റിസൾട്ട്. അവർക്കെല്ലാവർക്കും 100% ഉറപ്പായിരുന്നു. ഞാൻ 8 വരെ പൊട്ടിയിരിക്കും, പ്രതീക്ഷിക്കുക വഴിയുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ആ ഒരു വചനത്തിന്റെ ശക്തി എനിക്ക് മനസ്സിലായത് അന്നായിരുന്നു. റിസൾട്ട് എല്ലാം വന്നു. എത്ര % കാണുന്നതായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ഒരു കഷ്ടിച്ച മാർക്ക് അല്ലേ? കേട്ടവരും നമ്മൾ ഉണ്ടാക്കും. ഒരു കഷ്ടിച്ച മാർക്ക് കിട്ടുന്നതായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ 55% മുകളിൽ മാർക്ക് തന്ന് കർത്താവ് എനിക്ക് വിജയം തന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിന്റെ വലിയ മഹത്വമൊക്കെ പറയുമ്പോൾ ഒന്ന് കൈയടിച്ച് നമ്മൾ ഈശോയോട് കൈയടിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക ചെയ്യുന്നത് വലിയ അനുഗ്രഹമാണ്. പറഞ്ഞാൽ ആരും അറിയാതെ കേൾക്കാൻ അവര് വചനല്ലേ? വലിയൊരു പ്രവൃത്തി, അതാണ് ദൈവത്തിന്റെ വലിയ അനുഗ്രഹം. അതിനുശേഷം ഞാൻ എൻ്റെ +1 +2 എഴുതുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ ഇവിടെ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ അന്നേരം നമ്മുടെ പ്രൊഫസറിനോട് പറഞ്ഞു, എനിക്ക് നല്ല പേടിയാണ്, എനിക്കൊരു പ്രതീക്ഷയില്ല ജയിക്കുന്നുള്ള കാര്യത്തിൽ. എനിക്ക് ഭയങ്കര പേടിയായപ്പോൾ അച്ഛനെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അച്ഛന് കിട്ടിയ വചനമാണ് സെഫാനിയ 3:17. ആർക്കെന്ന് പറയാമോ ആ വചനം? സെഫാനിയ 3:17. സൈന്യങ്ങളെ കർത്താവ് ചെയ്യുന്നു, നിന്റെ നിയമമായ കർത്താവ് വിജയം തരുന്ന യേശുവിനെ നന്ദി, യേശുവെ സ്തുതി. അപ്പം അങ്ങനെ കർത്താവ് എന്ത് ചെയ്തു? ആ ഒരു വചനം തന്നു. ആ വചനത്തിന്റെ ശക്തിയാല് ഞാൻ മുന്നോട്ട് പോയി. എക്സാം എഴുതാൻ പോയപ്പം എൻ്റെ മമ്മി മുഴുവനും ഭക്ഷണം കഴിക്കാണ്ട്
ഈ പറഞ്ഞ മാതിരി നമ്മുടെ തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഈശോയുടെ മുമ്പിൽ ഒട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുക. ശരിക്കും ഞാനെല്ലാം പഠിച്ചിട്ട് പോയാൽ എനിക്ക് എന്റെ പേടിയാണ്. പഠിച്ചിട്ട് പോയാൽ ഒരു ക്വസ്റ്റ്യനും വന്നിട്ടില്ല. അതാണ് അതിനുശേഷം എൻ്റെ പ്രിയ മാതാപിതാക്കളെ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഇങ്ങനെ ഈ ഒരു ചൂണ്ടുകൾ ഇങ്ങനെ കാണിച്ചില്ല, നമ്മളിങ്ങനെ ചൂണ്ടുവില്ല എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ ഇങ്ങനെ ഒരു വേള് ഓരോ സംഭവത്തിലും വന്നു യുവാ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻ. ആ 4 ഓപ്ഷനിൽ വന്നപ്പോൾ ഓരോ ഓപ്ഷനിലും ഈ പറഞ്ഞ ചൂണ്ടുകൾ പോയി ഇങ്ങനെ കൊടുക്കും. ഞാൻ അത് മാത്രം എഴുതി വെച്ചിട്ടുള്ളൂ. അവിടെ കർത്താവിന്റെ ശക്തമായ കരമായിരുന്നു. എന്താണെന്ന് അറിയട്ടെ, അടുത്ത അത്ഭുതം കേട്ടോ. 70% മുകളിൽ മാർക്ക് +2. ഒന്ന് കരവച്ചോ. ദൈവത്തിന്റെ വലിയ കരമാണ്. അത് ഭയങ്കരമാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമുക്ക് അത് പറഞ്ഞറിയിക്കണമെന്ന് ഇപ്പോൾ പറയാനെന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയം, ഈ സമയങ്ങൾ ഒത്തിരി എടുക്കും. കാരണം അത്ര വലിയ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവിന്റെ ഇടപെടുന്ന ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായി. അതിൽ മറ്റൊരു അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഞാൻ കുടുംബത്തിലേക്ക് കുളിക്കാൻ വേണ്ടി പോകുമായിരുന്നു. കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാനെൻ്റെ ഷാമ്പു എടുത്തില്ല. സാധാരണ അവിടുത്തെ ബാംഗ്ലൂരിലൊക്കെ ക്ലൈമറ്റുകൾ അറിയാം. ബാംഗ്ലൂർ ഭാഗത്തൊക്കെ ജീവിതത്തോടൊപ്പം അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ചെറുമാർക്കും ഉണ്ടാകുന്നു. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ ഏകദേശം അറിയാൻ പറ്റും അവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഫ്ലോറിങ്ങാണ്. അപ്പം ഞാൻ ഷാമ്പു ഒക്കെ ഇട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഷാമ്പു എടുക്കാൻ മറന്നു കുളിക്കാൻ പറ്റും. അന്നേരം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ ഷാമ്പു എടുത്തില്ല കുളിക്കാൻ, ഇനിയിപ്പോൾ എന്നാ ചെയ്യുക? പെട്ടെന്ന് ഷാമ്പു എടുക്കാമെന്ന് എന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബാത്റൂമിന്റെ വാതിൽ ചെറിയൊരു ഓപ്പണിംഗ് സെറ്റ് തുറന്നു നോക്കിയപ്പോൾ ഒരു ബ്രദർ എനിക്ക് വേണ്ടി ഷാമ്പു പിടിച്ചുകൊണ്ട് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല എനിക്ക് ഷാമ്പു വേണമെന്നറിയാം, ഞാൻ എന്താണെന്ന് അറിയുന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ റൂമിലേക്ക് കയറി പോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ റൂമൊക്കെ ഉണ്ട്. അപ്പം റൂമിലേക്ക് ഞാൻ പോയി. റൂമിലേക്ക് പോയപ്പോൾ എന്തോ ഒരു സംഭവം ശബ്ദം പോലെ ഞാൻ കേട്ടു. ഒരു ഷാമ്പു എടുത്തിട്ട് ആ ബ്രദറിന് അവിടെ കൊണ്ടുകൊടുക്കാൻ പറ്റും. യേശുവേ നന്ദി, യേശുവേ നന്ദി. അങ്ങനെ ഒത്തിരി അനുഭവം, രസകരമായ ഒത്തിരി അനുഭവങ്ങളുമുണ്ട് എൻ്റെ സെമിനാരി കാലഘട്ടത്തിൽ. തമ്പുരാൻ വഴി നടത്തുന്നതാണ്. കാരണം ഇതിന് ഞാനൊന്നുമില്ല, എനിക്കൊരു കഴിവുകളില്ല. ഇപ്പോഴും ദൈവസന്നിധി നിൽക്കുമ്പോഴും